മുഖം പെട്ടെന്ന് വെളുക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത്. ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് എല്ലാം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതൊന്നല്ല, ഒരു അടിപൊളി റിസൾട്ട് തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള വെറും 3 ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. എന്നാലോ ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. എത്ര കറുത്തിരുണ്ട മുഖവും വെളുക്കാനും അതുപോലെ തന്നെ നമുക്ക് വെയിലേറ്റിട്ട് വന്ന കറുത്ത പാടെല്ലാം ഉണ്ടാവല്ലോ, സൺ ടാൻ മാറാനും ഇതൊരു അടിപൊളി സംഭവമാണ്. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി വേണമെങ്കിൽ യൂസ് ചെയ്യുക. അത്രക്കും നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരം ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവേൻ്റെ പൊടിയാണ് കേട്ടോ. ഉലുവപ്പൊടി നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. നല്ല പൗഡേർഡായിട്ട് പൊടിച്ചെടുക്കണം. എൻ്റെത് ഇവിടെ കുറച്ചൊരു തരിതരിപ്പായി പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈരിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യുക, പക്ഷേ തൈരാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് തരിക. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളായിരിക്കണം. കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, കസ്തൂരി മഞ്ഞൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിലെല്ലാം വളരെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ പൈസക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അങ്ങാടി പീടികകളിലും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാം കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ പരുവത്തിലാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ആദ്യം ഇതൊന്ന് അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റിന് ശേഷം വീണ്ടും ഇതിൻ്റെ മേലെ തന്നെ ഈ ഒരു പാക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നിങ്ങൾ ഫേസിൽ തന്നെ വെക്കുക. 20 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കളയാണെണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കിടിലൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഉലുവേൻ്റെ പൊടി പൊടിക്കുന്ന സമയത്ത് നല്ല പൗഡേർഡായിട്ട് നിങ്ങൾ പൊടിക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാം. തരിതരിപ്പുണ്ടായാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. ദിവസവും നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് നല്ലതിനല്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുന്നതാണ് ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഉലുവ കുറച്ച് കൂടുതലായിട്ട് പൊടിച്ച് വെച്ച് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മടി കൂടാണ്ട് തന്നെ ഇത് ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ആ ഒരു ഉലുവ പൊടി പൊടിക്കേണ്ട പണി മാത്രമേ ഇതിനുള്ളൂ. ബാക്കിയെല്ലാം റെഡിമെയ്ഡായിട്ട് നിങ്ങളെടുത്തുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. താങ്ക്